യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കുന്ന LGSനും OAക്കും വേണ്ടിയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളാണ്. എല്ലാ ടോപ്പിക്കിൽ നിന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ചോദ്യങ്ങൾ വെച്ച് നമ്മൾ ഒരു സീരീസ് ആയിട്ട് പോകുന്നു ഞാൻ പറഞ്ഞു. അപ്പം ഇതിൽ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ആദ്യത്തെ ചോദ്യം, ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നാണ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 21A ആണ്. 21A. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാല് അനുച്ഛേദം 21A ആണ്. അടുത്ത ചോദ്യം, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. അപര്യാപ്ത രോഗത്തിലാണ് എന്ത് ഉൾപ്പെടുന്നത്? നിശാന്തത, സ്കർവി എന്ന രോഗങ്ങൾ അപര്യാപ്തത രോഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് POQ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം POQ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഫോർവേഡ് ബ്ലോക്ക് നമ്മൾ പണ്ടേ കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതെ, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങളെ ഏത് വിഭാഗത്തിലാണ് പെടുത്തുന്നതെന്ന് ചോദിച്ചാല് അപര്യാപ്തത രോഗങ്ങളിലാണ് പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാല് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതെന്നാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൻ ആണ്. ടെൻഡൻ. ഓക്കെ, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻ ആണ്. അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് അവിടെ ഇങ്ങനെ നമ്മൾ പേശിയും അസ്ഥികളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് ഭരിക്കുന്നുണ്ട്. സ്നായുക്കള്, കശേരുക്കൾ, ഒരുപാട് പേര് മാറിപ്പോകരുത്. ഇപ്പൊ ടെൻഡൻ ആണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പോത്തുകലാണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാല് പോത്തുകലാണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതെന്ന് ചോദിച്ചാൽ ടെൻഡൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പോത്തുകലാണ്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി. പ്രമേഹം എന്ന് കേൾക്കുമ്പോൾ മിഠായി. അപ്പൊ ഇത് കുട്ടികൾക്കുള്ളതാണ്, അതുകൊണ്ടാണ് മിഠായി എന്നുള്ള പേര് കൊടുത്തെന്ന് ഓർത്തു വെച്ചത്. പ്രമേഹം നമുക്കറിയാം ഡയബറ്റീസ് ആണ്, മധുരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ കുട്ടികളും കൂടി ആയപ്പോ എന്ത് ചെയ്യും? മിഠായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഉണ്ട് കേരള ആരോഗ്യക്ഷേമ പദ്ധതികളായിട്ട്. അത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇതുപോലുള്ള കേരളത്തിലുള്ള എല്ലാ ആരോഗ്യക്ഷേമ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. പ്രമേഹം കുട്ടികളെന്ന് മിഠായി, അങ്ങനെ ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം, കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? ഏത് രംഗത്താണ്? സർക്കസിലാണ് പ്രശസ്തി നേടിയത്. അപ്പോ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായിയാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയതെന്ന് ചോദിച്ചാല് സർക്കസിലാണ്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാല് അനുച്ഛേദം 24 ആണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 21A പഠിച്ചു. ഇപ്പൊ പഠിക്കുന്നത് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതെന്ന് അനുച്ഛേദം എത്രയാണ്? 24 ആണ്. അതുപോലെ 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? 18ാമത് ലോക്സഭയാണ്. എത്രാമത്തെയാണ്? 18ാമത് ലോക്സഭയാണ്. 2024 നിലവിൽ വന്ന ലോക്സഭ 18ാമത് ലോക്സഭയാണ്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഭരണഘടന ഏതെന്ന് ചോദിച്ചാല് ഭരണഘടന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 24 ആണ്.
അപ്പൊ ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാല് അനുച്ഛേദം 21A ആണ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ അപര്യാപ്തത രോഗങ്ങളിൽ ഉൾപ്പെടുന്നു. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല എന്ന് ചോദിച്ചാൽ ടെൻഡൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പോത്തുകലാണ്. അതുപോലെ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയതെന്ന് ചോദിച്ചാൽ സർക്കസിലാണ്. ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 24 ആണ്. അതുപോലെ അടുത്ത ചോദ്യം, 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണെന്ന് ചോദിച്ചാൽ 18ാമത്തെ ലോക്സഭയാണ് 2024 നിലവിൽ വന്നത്. അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഇത്രയാണ്. അപ്പൊ താങ്ക് യു.